ഞങ്ങൾ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പിയും കോൺഗ്രസും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ നോക്കുക, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ മണ്ഡലത്തിൽ കൃഷ്ണകുമാറിനെതിരായി മത്സരിച്ച UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 35,333. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന് കിട്ടിയ വോട്ട് 47,743. അപ്പോ 35 നിന്നും 47 നിയമസഭാ തെരഞ്ഞെടുപ്പ് 16 നിന്നും 19 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന്റെ മാർജിൻ വർദ്ധിക്കുകയാണ്. അപ്പൊ 2016 കൃഷ്ണകുമാറിനെ ആ മണ്ഡലത്തിൽ ജയിപ്പിക്കാൻ ഷാഫിയല്ലേ നേതൃത്വം കൊടുത്തത്? വോട്ടുമറിക്കാൻ ഷാഫിയല്ലേ നേതൃത്വം കൊടുത്തത്? ഇനി അതിരിക്കട്ടെ. ഇപ്പൊ 2016 2019 കാര്യമാണ് പറഞ്ഞത്. 2021 അതേ മണ്ഡലത്തിൽ, അതായത് മലമ്പുഴ മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി വീണ്ടും 35,444 പോകുന്നു. അപ്പൊ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ്. 47,000 വോട്ട് 2019 കിട്ടിയ ശ്രീകണ്ഠന് 2021 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് കേവലം 35,444. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി ശ്രീകണ്ഠന് കിട്ടിയ വോട്ട് 49,295. 20,000 വോട്ട് അട്ടിമറിക്കപ്പെട്ടു. കൃഷ്ണകുമാറിന് വേണ്ടി ഈ ദൗത്യം ഏറ്റെടുത്തത് ഷാഫിയല്ലേ? അങ്ങനെയാണ് കോൺഗ്രസ് തന്നെ പറയുന്നത്. ഇത് വസ്തുതാപരമായ കണക്കാണ്. ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പുറത്തുവിട്ട കണക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അപ്പൊ ഇവർ തമ്മിൽ വളരെ മുമ്പ് തന്നെ ഡീലായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നല്ലോ, ഷാഫി ഇവിടെ 3 തവണ മത്സരിക്കുമ്പോഴും പാലക്കാട് മണ്ഡലത്തിലെ സ്ഥിരം താമസക്കാരനായ കൃഷ്ണകുമാർ എന്തുകൊണ്ട് മത്സരിച്ചില്ല?